പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. നമുക്ക് വേറെ ഏത് സിനിമയെ പറ്റി പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ദൃശ്യത്തെപ്പറ്റി പറയുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം ഇന്ന് കളക്ഷൻ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ പ്രീഫെയിൽ എന്താണ്, ഇപ്പോഴത്തെ ബുക്കിംഗ് നിലവാരം എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇന്ന് പ്രീഫെയിൽ എല്ലാ ദിവസത്തേനേക്കാളും കുറവാണ് ഇന്നത്തെ പ്രീഫെയിൽ കാണിക്കുന്നത്. 2,01,41,291,290 രൂപ, ഏകദേശം 2 കോടി രൂപയാണ് പ്രീഫെയിൽ ഇനത്തിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്തൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ നേരത്തെ റിസർവ് ചെയ്ത് വെക്കും. പിന്നെ തിരക്ക് കുറയുന്നതിനനുസരിച്ച് തിയേറ്ററിൽ പോയാലും അന്നേരത്തേക്ക് ബുക്ക് ചെയ്താലും മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പം പ്രീഫെയിലൊക്കെ കുറയാം. ഏതായാലും 2 കോടി ഏറ്റവും കുറഞ്ഞ പ്രീഫെയിൽ തന്നെയാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ പ്രീഫെയിൽ ഇന്ന് നേടുമ്പം ഇന്ന് ഏറ്റവും കുറഞ്ഞ കളക്ഷനും ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇപ്പം 200 കോടി കളക്ഷൻ കടന്ന ചിത്രം ഇന്ന് ഏകദേശം വേൾഡ് വൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10 കോടി രൂപയ്ക്കുള്ളിലായിരിക്കും. അങ്ങനെ 210 കോടിയിലേക്ക് ചിത്രം എത്താനുള്ള സാധ്യതയുണ്ട്. അതിന് 300 കോടി കടക്കുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലെ കണക്ക് പ്രകാരം അറിയിട്ടു. പലരും നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് 300 ആകുമോ, മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി മാറുമോ എന്നൊക്കെ. അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. അതുപോലെ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ കണക്കുകളൊക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം കാട്ടാളൻ ഇന്നലെ ഇറങ്ങി, അത് ഹെവി പോസിറ്റീവ് നേടിയെന്നെങ്കിൽ അതൊരു പക്ഷേ ദൃശ്യത്തെ ബാധിച്ചേനെ. പക്ഷേ ഇത് ദൃശ്യത്തെ ബാധിച്ചിട്ടില്ല. ഇന്നലെയും ബാധിച്ചില്ല, ഇന്നും ബാധിച്ചില്ല എന്നുള്ളതാണ്. ചിത്രം ഇന്ന് കാട്ടാളൻ എന്ന ചിത്രം ബുക്ക് മൈ ഷോയിലും തിയേറ്ററിലൊക്കെ തികഞ്ഞ പരാജയമാകുന്നു നമ്മൾ കണ്ടു. അതൊക്കെ ഒരു പക്ഷേ ദൃശ്യത്തിന് വരും ദിവസങ്ങളിൽ ഗുണമാകും. ഈ ശനി ഞായറും ദിവസങ്ങളിൽ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ ദൃശ്യം പോയി കാണും അല്ലേ. അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഞായറാഴ്ചയ്ക്കുള്ളിൽ ചിത്രം 230 കോടിക്ക് മുകളിൽ നേടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് നേടട്ടെ, പിന്നെ കാത്തിരിക്കാം. അതുപോലെ തന്നെ ദൃശ്യം നമ്മൾ ബുക്ക് മൈ ഷോ ഇപ്പോൾ എടുത്തു നോക്കി കഴിയുമ്പം ഏകദേശം 8,500 ടിക്കറ്റ്, 9,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അത് തന്നെ വമ്പം കാര്യം. കാരണം രാവിലെ 7 മണിക്ക് തന്നെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയെന്നത്. അത് മികച്ച രീതിയിൽ ടിക്കറ്റ് വിൽക്കാൻ ഇതേ ലെവലിൽ തന്നെ 8,000, 9,000 ലെവലിൽ തന്നെയാണ് ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങി അന്ന് മുതൽ 2 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയ ടിക്കറ്റിന് 2 ലക്ഷത്തിന് മുകളിലായിരുന്നു. 2, 3, 4, 5 വരെയൊക്കെ ആയില്ലേ. ഇന്നൊരു പക്ഷേ 2 ലക്ഷത്തിന് താഴെയുള്ള ടിക്കറ്റ് വിൽപ്പനയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എല്ലാ മേഖലയിലും ഇന്ന് കളക്ഷൻ കുറവായിരിക്കും. കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 4 കോടി റേഞ്ചിലാണ്. 4 കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അത് അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ 4 കോടിക്ക് മുകളിലും പോകാം. അന്ന് കേരള കളക്ഷൻ ഇന്നുകൊണ്ട് ഏകദേശം 67 കോടിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു 210 മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ദൃശ്യം പുതിയ ദിവസത്തെ വെള്ളിയാഴ്ച ദിവസത്തെ കളക്ഷൻ ഒരു കാര്യം ഉറപ്പാണ്, ചിത്രം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കുറഞ്ഞ കളക്ഷൻ ഇന്നായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നാളെ ശനിയും ഞായറും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് 300 കോടിയായി മാറട്ടെ അല്ലേ, അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.